ഡയറ്റ് കൺട്രോൾ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വരുന്ന മക്കളെ, മില്ലറ്റ് കൊണ്ട് കേരളത്തിൽ ആദ്യമായി മദ്യം. സ്വർഗം മാമ സ്വർഗം. എക്സൈസ് എങ്ങാനും പിടിക്കുമെന്നോ. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ മില്ലറ്റ് കഫേയിലാണ്. ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്കൊരു അസുഖവും ഉണ്ടാവില്ല എന്നാണ് ഇതിൻ്റെ ഓർഗനൈസ് അവകാശപ്പെടുന്നത്. കാരണം കംപ്ലീറ്റ് ആഹാരവും മില്ലറ്റ് കൊണ്ടാണ്. എന്ന് വെച്ച് വെജിറ്റേറിയനും ചപ്പൻ ചോറൊന്നുമല്ല. മില്ലറ്റ് കൊണ്ട് ചിക്കൻ ബിരിയാണി, നാടൻ ചിക്കൻ പെരട്ട്, ഊണ്, മീൻകറി, നൂഡിൽസ്, കോണ്ടിനെൻ്റൽ ഫുഡ് എല്ലാ സാധനമുള്ള ഒരു കഫേയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇത് ഇവിടുത്തെ ഒരു സാധാരണ 120 രൂപയുടെ ഊണാണ്. അത് ഗംഭീരമായ ഊണാണ്. അസുഖം വരുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് 4 ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു കഫേക്ക് രൂപം നൽകിയത്. അപ്പോൾ ആ ഒരു കഫേയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അസുഖമൊന്നും വരില്ലെന്നല്ല, ഉള്ള അസുഖം മാറുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ മില്ലറ്റ് കഫേയിലാണ്. മില്ലറ്റ് കൊണ്ട് ബിരിയാണി. ഈ ബിരിയാണി കഴിച്ചാൽ ഷുഗർ വരില്ല, കൊളസ്ട്രോൾ വരില്ല, പ്രഷർ വരില്ല, ഒന്നും വരില്ല. വെറും 99 രൂപയ്ക്കാണ് ഈ ബിരിയാണി. അതായത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള ഒരു അടിപൊളി അടാറ് മില്ലറ്റ് ബിരിയാണി 99 രൂപയ്ക്കാണ് അവർ സെർവ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, മില്ലറ്റ് കൊണ്ട് ചായ ഉണ്ട്, മില്ലറ്റ് കൊണ്ട് സൂപ്പുണ്ട്. ഒരു രക്ഷയില്ലാത്ത അന്യായ ഫുഡ്. അതായത് നമ്മൾ നാടൻ ഭക്ഷണം എല്ലാം, അതായത് മോഡേൺ ഭക്ഷണം എല്ലാം, ഏത് തരം ഭക്ഷണവും ഇവിടെ ലഭ്യമാണ്. എന്നെ ഞെട്ടിച്ചൊരു കാര്യം, മില്ലറ്റ് കൊണ്ട് അവിയൽ, മില്ലറ്റ് കൊണ്ട് തോരൻ, മില്ലറ്റ് കൊണ്ട് സാമ്പാർ, മില്ലറ്റ് കൊണ്ട് ബിരിയാണി, മില്ലറ്റ് കൊണ്ട് നൂഡിൽസ്, മില്ലറ്റ് കൊണ്ട് പാസ്ത, എല്ലാ സാധനവും. പിന്നെ മില്ലറ്റ് കൊണ്ട് ഡെസേർട്ട്, മില്ലറ്റ് കൊണ്ട് ചോറ്, മില്ലറ്റ് റൈസ് എന്ന് പറയാം അതിന്. അപ്പോൾ അങ്ങനെ മില്ലറ്റ് കൊണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. മില്ലറ്റ് കപ്പയാണ്, കപ്പയ്ക്കകത്ത് വരെ മില്ലറ്റ് ഉണ്ട്. സാമ്പാറിൽ മില്ലറ്റ് കണ്ടില്ലേ, ഈ തോരലിൽ മില്ലറ്റ്, അവിയലിൽ മില്ലറ്റ്, ഏത് കഴിച്ചാലും ഈ പോഷക ഗുണമുള്ള മില്ലറ്റ് ചേർത്തിട്ടുള്ള ഭക്ഷണമാണ്. നാടൻ ചിക്കനാണ്, മില്ലറ്റ് കൂടെ ചേർത്തിട്ടുള്ള ചിക്കനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ കട്ടച്ചക്കുഴിയുടെ ചിക്കനൊക്കെ കഴിച്ച പോലുള്ള ഒരു ടേസ്റ്റ്. ഈ ഒരു മില്ലറ്റ് ചിക്കൻ ഇത്രയും ഒരു നാടൻ കോഴി ടേസ്റ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഇത് മില്ലറ്റിൻ്റെ അവിയലാണ്. അവിയൽ ഒരു രക്ഷയില്ല. വെജിറ്റേറിയൻകാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നോൺ വെജിറ്റേറിയൻ ഇഷ്ടമുള്ള എനിക്കും ഇഷ്ടപ്പെട്ടു. മില്ലറ്റിൻ്റെ തോരൻ അതും പൊളി ടേസ്റ്റാണ്, അന്യായ ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് മില്ലറ്റിൻ്റെ കപ്പ, അതും പൊളി ടേസ്റ്റായിരുന്നു. മില്ലറ്റിൻ്റെ കുറുമയും നമ്മുടെ മില്ലറ്റ് പൊറാട്ടയും ഒരു രക്ഷയില്ല. നമ്മുടെ സാധാരണ പൊറോട്ടയെക്കാളും ടേസ്റ്റാണ് മില്ലറ്റ് പൊറോട്ട. ഒരുപാട് മില്ലറ്റ്സ് ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ട് ഉള്ളൊരു പൊറോട്ടയാണ്. മില്ലറ്റ് റോട്ടിയും പിന്നെ നാടൻ കോഴി പെരട്ടും ഞാൻ ഒരുമിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതും അടിപൊളി അടാറ് ടേസ്റ്റായിരുന്നു. അതും മില്ലറ്റ് ഗ്രെയിൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റോട്ടിയാണ്. അതിനോടൊപ്പം നാടൻ കോഴി അടിപൊളി അടാറ് ടേസ്റ്റായിരുന്നു. അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മെയിൻ സാധനമാണ് ഈ മില്ലറ്റ് ചമ്മന്തിയും. പിന്നെ അതിനോടൊപ്പം പൊടിദോശ, മില്ലറ്റ് പൊടിദോശ ഹെൽത്തിയാണ്. പലതരം ധാന്യങ്ങൾ കൊണ്ടിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അത് മില്ലറ്റിൻ്റെ നൂഡിൽസ്, അതിൻ്റെ അകത്ത് ഒരുപാട് ധാന്യങ്ങൾ ചേർക്കുന്നുണ്ട്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങളാണ്, എല്ലാവർക്കും അറിയാലോ. അത് ചേർത്തുണ്ടാക്കുന്ന പാസ്ത, അതും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മില്ലറ്റിൻ്റെ ഹൽവ, അതും പൊളി ടേസ്റ്റാണ്. ഊണ് കഴിച്ചിട്ട് ലേശം മോര് കുടിക്കുന്ന ശീലമുള്ളവർക്കൊരു ജീര റെസിയുണ്ട്. ഭയങ്കര ഡൈജഷൻ പവറുള്ള സാധനമാണ്. അപ്പോൾ അത് കിടലുമാണ്. അപ്പോൾ ഊണിന് ശേഷം മുമ്പൊക്കെ കുടിക്കാം. അപ്പോഴേ ഇച്ചിരി മധുരമുള്ളൊരു ഷേക്കൊക്കെ വേണമെന്നുള്ള മാംഗോ മില്ലറ്റ് ഷേക്കുണ്ട്. ഹോൾ മാംഗോ ആൻഡ് മില്ലറ്റ്. ഇതിൻ്റെ അകത്ത് മില്ലറ്റിൻ്റെ മിൽക്ക് വരും. നമ്മുടെ നോർമൽ മിൽക്കിനേക്കാൾ അവർ ആഡ് ചെയ്യുന്നത് മില്ലറ്റ് മിൽക്കാണ്. നമ്മളെ നാരങ്ങ നിറഞ്ഞ സർബത്തിനൊക്കെ വെല്ലുന്ന വേറൊരു സാധനമാണ് മില്ലറ്റ് റോസ് സർബത്ത്. ഞാൻ ആദ്യം വരുന്നു മദ്യം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ സാധനം എടുത്തിട്ടാണ്. പക്ഷേ ഇനി വരും അവരുടെ വൈനും കാര്യങ്ങളൊക്കെ. ബട്ട് ഇത് എസ്പെഷ്യലി ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇതാണ് നമ്മുടെ സ്വന്തം മില്ലറ്റ് സൺറൈസ് മൊയ്റ്റോ. ഇത് ഒരു പൊളി സാധനമാണെന്നാണ് പറയുന്നത്. ട്രൈ ചെയ്തത് ശരിക്കും പൊളി തന്നെയാണ്. അപ്പോൾ ഈ കഫേയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം വഴുതക്കാടാണ്. വഴുതക്കാട് ആകാശവാണിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ മില്ലറ്റോ കഫേ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഉദ്ഘാടനം ഞാൻ തന്നെയായിരുന്നു. മില്ലറ്റ്സ് വെച്ച് നമ്മൾ സാധാരണ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കും, പക്ഷേ നമുക്ക് ആ ചേരുവകൾ കറക്റ്റ് ആവില്ല. നിങ്ങളത് നന്നായി നല്ലൊരു കുക്കുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും കൊള്ളാം, വ്യത്യസ്തമായിട്ടുള്ള അനുഭവം. പിന്നെ ഡയറ്റ് കൺട്രോൾ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു സ്ഥലമാണ്. പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. ഹെൽത്തി ഫുഡ്. അപ്പോൾ അവരുടെ മില്ലറ്റോസിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. മില്ലറ്റോസിൻ്റെ ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മില്ലറ്റ്സ്, അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതിൻ്റെ പൗഡർ, ദോശ ഉണ്ടാക്കാനുള്ള പൊടി, പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പൊടി, പിന്നെ ഒരുപാട് സാധനങ്ങൾ, പൊറോട്ട ഉണ്ടാക്കാനുള്ള പൊടി വരെയുണ്ട്, സൂപ്പ് മിക്സ് ഉണ്ട്. എല്ലാം അവരുടെ തന്നെ ഫാക്ടറിയിൽ അവർ തന്നെ കൊണ്ടുവന്ന് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ഒരുപാട് പ്രോഡക്റ്റ്സ് അവരവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഫുഡ് കഴിക്കുക മാത്രമല്ല ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്കത് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അവിടെ മില്ലറ്റ് ഹൗസിൻ്റെ ഒരു പ്രോട്ടീൻ ബാർ ഉണ്ട്. ആ പ്രോട്ടീൻ ബാറിൻ്റെ ഒരു പീസ് കഴിച്ചാൽ ഒരു നേരത്തെ ഫുഡിന് തുല്യമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിനോടൊപ്പം അവരുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് അസുഖം വരാതിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അസുഖം വരാതെ നോക്കണമെന്ന് പറയുന്നു. അപ്പം മില്ലറ്റ് കഫേയിൽ ഉറപ്പായിട്ടും പോകണം, അസുഖം വരാതെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഹോട്ടൽ.